ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിൻ്റെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി വാട്ടർ ബൗസർ, ഫോം ടെൻഡർ, അഡ്വാൻസ്ഡ് റെസ്ക്യൂ ടെൻഡർ, ഫാസ്റ്റ് റെസ്പോൺസ് വെഹിക്കിൾ തുടങ്ങിയ പുതിയതരം വാഹനങ്ങളും ഡീ വാട്ടറിംഗ് പമ്പുകൾ തുടങ്ങിയവ പോലെയുള്ള ആധുനിക ഉപകരണങ്ങളും വകുപ്പിന് ലഭ്യമാക്കിയിട്ടുണ്ട്. സ്വയം പ്രതിരോധത്തിനായി മുഴുവൻ ജീവനക്കാർക്കും ഫയർ ഫൈറ്റിംഗ് സ്യൂട്ട് ലഭ്യമാക്കാനായി ഏതുതരം അഗ്നിബാധയും നേരിടാൻ സാധിക്കുന്ന DCP ടെൻഡറുകളും ഇന്ന് ഈ വകുപ്പിന് സ്വന്തമാണ്. ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി പ്രശ്നബാധിത മേഖലകളിൽ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലെത്തിയിട്ടുണ്ട്. അപകടരക്ഷാ പ്രതിരോധ പ്രവർത്തനങ്ങളെ ജനകീയമാക്കുന്നതിനായി അഗ്നിരക്ഷാ വകുപ്പിന് കീഴിൽ ആരംഭിച്ച സിവിൽ ഡിഫൻസ് ഫോഴ്സ് മാതൃകാപരമായ ഒരു പദ്ധതിയാണ്. നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ദുരന്തങ്ങളുടെ മേഖലകളിൽ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുടെ പ്രവർത്തനം മാതൃകാപരമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ ഈ പദ്ധതിയിൽ അംഗങ്ങളാക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത 6200 പേർ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി സേവന സജ്ജരായിട്ടുണ്ട്. ഇവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 1000 പേർക്ക് പ്രത്യേക റിഫ്രഷർ പരിശീലനം നൽകാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. രണ്ടാം ഘട്ടമായി തിരഞ്ഞെടുത്ത 3300 പേരുടെ പരിശീലന പരിപാടികൾ നടന്നു വരികയാണ്. അതുകൂടി പൂർത്തിയാകുന്നതോടെ അപകട മേഖലകളിൽ അഗ്നിരക്ഷാസേനയ്ക്ക് സഹായം നൽകാൻ കഴിയുന്ന 10,000-ഓളം പേർ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാകും. സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് ഗംബൂട്ട്, ഹെൽമെറ്റ് തുടങ്ങിയ വ്യക്തിസുരക്ഷാ ഉപകരണങ്ങളും ആംബുലൻസ്, MUV പോലെയുള്ള വാഹനങ്ങളും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. അത്യന്തം സാഹസികമായ രക്ഷാപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്തുന്നതിനുള്ള പ്രത്യേക ടീം അഗ്നിരക്ഷാ വകുപ്പിൻ്റെ കീഴിൽ രൂപീകരിച്ചിട്ടുണ്ട്. 30 പേരടങ്ങുന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് നിലവിലുള്ളത്. ജലാശയ അപകടങ്ങളിൽ ഫലപ്രദമായി രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ടീം സജ്ജമാണ്. സ്കൂബ ടീമിനെ ശാക്തീകരിക്കുന്നതിന് ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് ജലസുരക്ഷാ വിദഗ്ധ പരിശീലന അക്കാദമിയും ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ, അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട് അപകടത്തിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സ്ക്യൂബ ഡൈവിംഗ് ടീമും നല്ല രീതിയിലുള്ള സേവനമാണ് നടത്തിയത്. നാടാകെ അതിനെ പ്രശംസിച്ചിട്ടുള്ളതുമാണ്. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ അഗ്നിരക്ഷാസേനയിലേക്ക് വനിതകളെ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്താണ്. അതിൻ്റെ ആദ്യപടിയായി 100 തസ്തികകൾ സൃഷ്ടിച്ചു. ഈ വർഷം ആദ്യം 82 വനിതാ ഓഫീസർമാർ ഈ സേനയിലേക്ക് കടന്നു വന്ന കാര്യവും നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണ്. വനിതാ ഓഫീസർമാരുടെ കടന്നുവരവ് ഈ സേനയിൽ ലിംഗസമത്വം ഉറപ്പാക്കുന്നതിന് സഹായകരമാവും. സുസജ്ജവും സംതൃപ്തവുമായ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന സർക്കാരിൻ്റെ ലക്ഷ്യം പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനത്തിൽ നിങ്ങളേവരും പങ്കാളികളാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്ന മുഴുവൻ അംഗങ്ങളെയും കേരളത്തിൻ്റെ അഗ്നിരക്ഷാ സേനയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.